ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടണും കുറച്ച് AI ഫീച്ചേഴ്സൊക്കെ വലിയ ഇന്നോവേഷനായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചൈനീസ് കമ്പനി ഒത്തിരിയേറെ പ്രതിസന്ധികൾക്കിടയിൽ നടക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രൊജക്റ്റ് നടത്തിയെടുത്തിട്ടുണ്ട്. ലോകത്ത് തന്നെ ആദ്യത്തെ ട്രിപ്പിൾ ഫോൾഡ് സ്മാർട്ട് ഫോൺ വാവ്വൈ ചൈനയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നടക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു. ഒരു ഇമ്പോസിബിൾ സ്മാർട്ട് ഫോണായിരുന്നു. പക്ഷെ അത് നടത്തിയെടുത്തു. അതുപോലെ തന്നെ ഇതൊരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പ്രശ്നമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യൂ. ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങും ആപ്പിളും ഗൂഗിളും ഉൾപ്പെടെ ലോകത്തുള്ള എല്ലാ സ്മാർട്ട് ഫോൺ മേക്കേഴ്സിനും ഒരു വേക്കപ്പ് കോളാണ്. ഇന്നോവേറ്റ് ചെയ്തേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഇതിനേക്കാളും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടാനില്ല. ഇത് കേവലം വെറുതെ പേപ്പറിൽ സ്പെസിഫിക്കേഷനിൽ ഒരു ട്രിപ്പിൾ ഫോൾഡ് സ്മാർട്ട് ഫോൺ എന്നല്ല, ശരിക്കും യൂസബിൾ ആയിട്ടുള്ള 3 ഡിസ്പ്ലേകളുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ തന്നെ 6.4 ഇഞ്ചുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ശരിക്കും യൂസബിളാണ്. ഇനി ഇത് മുഴുവനായിട്ട് തുറന്നു കഴിഞ്ഞാൽ 10.2 ഇഞ്ചുള്ള ഒരു ടാബ്ലറ്റ് സൈസിലുള്ള ഒരു സ്മാർട്ട് ഫോണായിട്ട് മാറും. ഇത് നടത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹിമാലയൻ പണിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. എന്നാൽ അതുമാത്രമല്ല, ഈ സ്മാർട്ട് ഫോൺ നടക്കാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. വാവ്വൈ എന്ന കമ്പനിയും ചൈന മുഴുവനായിട്ടും അമേരിക്കയുടെ ഒത്തിരിയേറെ സാങ്ഷനുകൾക്ക് കീഴിലാണ്. അവർക്ക് ഒത്തിരിയേറെ ടെക്നോളജിയിലോട്ട് ആക്സസ് ഇല്ല. ഡിസ്പ്ലേ ടെക്നോളജി, പ്രൊസസ്സർ ടെക്നോളജി, ക്യാമറ ടെക്നോളജി, ലോകത്തുള്ള ബാക്കിയുള്ള കമ്പനികൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് ഒരു രീതിയിലും എത്തിപ്പിടിക്കാൻ കഴിയില്ല. സ്വന്തമായിട്ട് വേണം ഇങ്ങനെ ഒരു സംഭവം നടത്തിയെടുക്കാൻ. ഒത്തിരിയേറെ പ്രതിസന്ധികൾക്കിടയിൽ പിറന്നിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ നോക്കുമ്പോഴേക്കും അങ്ങനെ ദാരിദ്ര്യം പിടിച്ചൊരു സ്പെസിഫിക്കേഷൻ ലിസ്റ്റൊന്നുമല്ല. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൻ്റെ സ്പെക്ക് നോക്കുമ്പോഴേക്കും ഡിസ്പ്ലേ തന്നെയാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. LTPO OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 1 ബില്യൺ കളേഴ്സ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. ഇതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 10.2 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ബെസൽസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ തിന്നാണ്. 91.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിനുള്ളത്. ഇനി അത് ഒരു ഫോൾഡ് മടക്കുകയാണെങ്കിൽ 7.9 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ട് മാറും. ഇനി മുഴുവനായിട്ട് മടക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്പ്ലേ മാത്രം 6.4 ഇഞ്ച് വരും. ഈ ഒരു സംഗതി സാംസങ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രോപ്പർ ഡിസ്പ്ലേ ആണ്. അല്ലാതെ ഇങ്ങനെ നീളത്തിലുള്ള ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല. യൂസബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ ഇതിനുണ്ട്. ഇതിൻ്റെ ടോട്ടൽ സൈസ് നമ്മൾ നോക്കുമ്പോൾ തിക്നെസ് നോക്കി കഴിയുമ്പോഴേക്കും സാംസങ് ഫോൾഡ് 6 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. ഏതാനും കുറച്ച് MM-ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഒരു റിയൽ വേൾഡ് യൂസിൽ അത് വലിയ കഥയൊന്നുമില്ല. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുവാണെങ്കിൽ HarmonyOS 4.2 ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന OS. ചൈനയിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ലഭ്യമല്ല, അതുകൊണ്ട് HarmonyOS ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി വാവയുടെ തന്നെ ടോപ്പ് ടിയർ ചിപ്പായിട്ടുള്ള Kirin 9010 എന്ന് പറയുന്ന 7 നാനോമീറ്റർ ചിപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി 16 GB റാം ഓപ്ഷൻ ഈ ഡിവൈസിനുള്ളൂ. 1 TB സ്റ്റോറേജ് വരെ ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 50 MP പ്രൈമറി ക്യാമറയുണ്ട്, 12 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്, 5.5x ഓപ്റ്റിക്കൽ സൂം ഉള്ളത്. ഈ 2 ക്യാമറകളും OAS എനേബിൾഡ് ആണ്. ഇനി ഒരു 12 MP അൾട്രാവൈഡ് ക്യാമറയും കൂടെയുണ്ട്. ഇനി ഒരു 8 MP സെൽഫി ക്യാമറ ഈ ഡിവൈസിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനാണ്. പിന്നെ ഇതുപോലൊരു ഡിവൈസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ബാറ്ററി സൊല്യൂഷൻസ് ആവശ്യമാണ്. പൊതുവേ നമ്മൾ കാണുന്ന പോലെ ഒരു ലിഥിയം അയോൺ ബാറ്ററി സിസ്റ്റം അല്ല ഇവിടെ വന്നിട്ടുള്ളത്. സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബാറ്ററി സൊല്യൂഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും 3 ഫോൾഡുകളിൽ തന്നെ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്സിലാണ് ഈ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുള്ളത്. 5600 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 66 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയേർഡായിട്ട്. അതുപോലെ തന്നെ 50 വാട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സിൽ തന്നെ ഇതിൻ്റെ 66 വാട്ട് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് കേട്ടോ. ഈ സ്പെക്കൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കും, ആഹാ ഇതിനേക്കാളും നല്ല സ്മാർട്ട് ഫോൺ വേറെ ഉണ്ടോ? അത്രയും പറയാൻ വരട്ടെ. ഇതിൻ്റെ പ്രൈസ് നിങ്ങളോട് ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ 3 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയല്ലേ? ഒരു കാര്യം കൂടെ പറയാം. എങ്ങാനും ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേക്ക് പണിയായെന്ന് വിചാരിക്കുക. ആ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. എന്താടോ ഇങ്ങനൊരു പ്രൈസിങ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് പറയാം. ഇതങ്ങനെ മാസ് മാർക്കറ്റിലോട്ട് ഒത്തിരി യൂണിറ്റുകൾ വിറ്റ് പോകാൻ വേണ്ടി അവരുണ്ടാക്കിയതായിരിക്കില്ല. ഒരു അഭിമാന പ്രശ്നം. ഞങ്ങൾക്ക് അവിടെ നന്നായിട്ട് ഇന്നോവേഷൻ ചെയ്യാൻ പറ്റുന്നത്
എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി വാവേ ചെയ്ത ഒരു പ്രൊഡക്റ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറയാനൊരു കാര്യമുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഇനിഷ്യൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1,00,000 യൂണിറ്റ് ആയിരുന്നു. 1,00,000 യൂണിറ്റ് അവർ ഉണ്ടാക്കി, അതൊക്കെ വിറ്റുപോയാലായി എന്നുള്ള രീതിയിലാണ് അവരിരുന്നത്. പക്ഷേ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് അനൗൺസ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 10,00,000 യൂണിറ്റുകൾക്കുള്ള ഓർഡറുകളാണ് ലഭിച്ചത്. അത് പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 മില്യൻ്റെ അടുത്തായിരുന്നു. കുറച്ച് മുമ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് 5 മില്യൺ യൂണിറ്റിൻ്റെ പ്രീ ഓർഡറാണ്. അപ്പോൾ കമ്പനി പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സക്സസ് ആണ് ഈ പ്രൊഡക്റ്റിന് ലഭിച്ചിട്ടുള്ളത്. ചൈനയിലെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം പൈസ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവർ ഫോണൊക്കെ മേടിച്ച് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റുകൾ അതല്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെ ഈ ഒരു കമ്പനി ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഒത്തിരിയേറെ സാങ്ഷനുകൾക്ക് ഇടയിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്നോളജികളിലോട്ടും ആക്സസ് ഇല്ല. പക്ഷേ ഇവരിങ്ങനൊരു സംഭവം ഒപ്പിച്ചെടുത്തു. എൻജിനീയറിംഗ് മാർവലാണ്. ബാക്കിയുള്ള കമ്പനികൾ ശരിക്കും കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയാണ്. സാംസങ് പ്രത്യേകിച്ച് അവർ ഫോൾഡബിൾസ് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഡിവൈസുകൾ ഡ്യൂറബിലിറ്റിക്ക് വളരെ സൂപ്പറാണ്. പക്ഷേ പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ്. പക്ഷേ ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇപ്പോഴും അതൊരു എന്താ പറയുക, നീളത്തിൽ ഉള്ളൊരു ക്യാൻഡി ബാർ ഫോർമാറ്റാണ്. അത് ടൈപ്പിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാകുന്ന ഒരു ഡിസൈനുമാണ്. അപ്പോൾ ഡിസൈൻ ഒന്ന് മാറ്റി ചിന്തിക്കാൻ സാംസങ്ങിനെ പ്രേരിപ്പിക്കേണ്ടതാണ്. ഗൂഗിൾ ഓൾറെഡി അവരുടെ ബെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കും ഡിസൈൻ്റെ കാര്യത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാം, കുറച്ചും കൂടെ സ്ലിം ആക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അവർക്കും ചിന്തിക്കാവുന്നതാണ്. ആപ്പിളിന് പിന്നെ ചിന്തിക്കാനേ ഉള്ളു. കാണുന്നുണ്ടോ ഇതൊക്കെ? ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിൾ അനൗൺസ് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവർ ചൈനയിൽ അനൗൺസ് ചെയ്യുന്നത്. ചൈനയിൽ ശരിക്കും പറഞ്ഞാൽ iPhone 16 സീരീസിന് എന്തെങ്കിലും മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഒന്ന് ഓർത്ത് നോക്കിയേ, ഇങ്ങനൊരു പ്രൊഡക്റ്റ് വരുന്നു, അതിൻ്റെ ഒപ്പം iPhone 16 വരുന്നു. iPhone 16 സീരീസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടൺ, പിന്നെ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സ്, AI, അത്രയൊക്കെ പറയാനുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാതോരാതെ സംസാരിക്കാൻ മാത്രം കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീഡിയ അറ്റൻഷൻ്റെ കാര്യത്തിൽ വിന്നറായിട്ടുള്ളത് വാവയുടെ ഈ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി വേൾഡ് മൊത്തം ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. വാവയെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു ടെക് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ളൊരു സാധാരണക്കാരൻ വരെ നിങ്ങളോട് ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് സംസാരിക്കുന്നു. ലോകം മൊത്തം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ചൈന ലോകത്തോട് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ എത്രയൊക്കെ പിടിച്ചു കെട്ടാൻ നോക്കിക്കഴിഞ്ഞാലും ഇന്നോവേഷൻ്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടെന്നാണ്. അത് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ ജിയോ പൊളിറ്റിക്കലി വരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ലോഞ്ചാണ് ഈ സ്മാർട്ട് ഫോൺ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട് എത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.